ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങം കൂറ് എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ചിങ്ങ രാശി അല്ലെങ്കിൽ ചിങ്ങക്കൂറ്. ചിങ്ങരാശി എന്ന് തന്നെ പറയാം, ചിങ്ങക്കൂറ് എന്നും പറയാം. അപ്പോൾ അവർക്ക് ചാരവസാൽ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടിൽ കേതുവാണ്, അനുകൂലമല്ല. അതേസമയം സൂര്യചാരവസാൻ 6-ൽ സൂര്യൻ അനുകൂലമാണ്, ബുധൻ നിൽക്കുന്നുണ്ട് നിവിണയോഗത്തോട് കൂടിയിട്ട്. 7-ൽ കണ്ടകശനി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഷ്ടമത്തിൽ രാഹു അനുകൂലം തന്നെ എന്ന് പറയാം, പക്ഷെ വിപരീതമല്ല, ദോഷം ചെയ്യില്ല എന്ന് തന്നെ പറയാം. അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ദോഷം തന്നെയാണ് എന്ന് ചിലർ വിവർത്തിക്കാറുണ്ട്. എന്നിരുന്നാലും അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന അധിക ദോഷമൊന്നുമല്ല. 12-ൽ രാഹു നിന്നാലേ വളരെ ദോഷം സംഭവിക്കുകയുള്ളൂ. അതുപോലെ 12-ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ശുക്രൻ അനുകൂലമാണ്, ഉച്ചസ്ഥനാണ്. ശുക്രൻ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 32 ദിവസമൊക്കെ ഒരു രാശിയിൽ സഞ്ചരിക്കാറുള്ളൂ. ഇപ്രാവശ്യം 3 മാസത്തോളമാണ് ഈ മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശേഷിച്ച് പറയാം. 10-ൽ കണ്ടക വ്യാഴനായിട്ട് നടക്കുന്ന വ്യാഴനാണ് 10-ൽ നിൽക്കുന്നത്. അതേസമയത്ത് ചൊവ്വ 11-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനും ശുക്രനും ഇതാണ് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും സൂര്യചാരവസാൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെയും അതിൻ്റെ മുന്നിലത്തെ മാസത്തെയും അപേക്ഷിച്ച് ഈ മാസം വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു മാസമാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം തസ്കരാരാദി വിഘ്നാദി വ്യാധി കടബാധ്യത കൊണ്ടും മറ്റുള്ള കാരണം കൊണ്ട് രോഗസൈക കൊണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നവർക്ക് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ വല്ല ആനുകൂല്യങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ അത് നിവൃത്തി ആകുവാനും അത് കാര്യസാധ്യതയിൽ എത്തുവാനും, ഗവൺമെൻറ് തലത്തിൽ വല്ല ലോണുകളെല്ലാം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം കിട്ടുവാനും, ഗവൺമെൻറ് തലത്തിൽ തന്നെ എല്ലാ ജോലികൾ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുവാനുള്ള സാഹചര്യങ്ങളും, അതുപോലെ വിഘ്നങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറി ഉദ്ദിഷ്ടകാര്യം നടക്കുവാനുള്ള സാധ്യത. 7-ൽ ഉദ്ദിഷ്ട സ്ഥാനത്ത് 7-ൽ ശനിയാണ് നിൽക്കുന്നത്. അത് കേടുവരുത്തും എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ചാരവസാൽ സൂര്യൻ തൊട്ടാണല്ലോ നമ്മുടെ ഗ്രഹങ്ങൾ. സൂര്യചാരവസാലാണ് ശരിക്കും ചാരവസാൽ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ചാരവസാൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ശനിയെയും അതുപോലെ തന്നെ വ്യാഴത്തെയാണ് ചിന്തിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളെയും ചിന്തിക്കണം. മറ്റുള്ള ഗ്രഹങ്ങളും നമ്മളുടെ എല്ലാ ഭാവങ്ങളിൽ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് കാരണം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അനുകൂല ഭാവമാണ്. അത് വളരെ ഗുണകാരകരമായിട്ടുള്ള പ്രവൃത്തി മേഖലകളിൽ പുഷ്ടി വരുന്നുണ്ട്. മന്ദതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകളെല്ലാം പുരോഗമന പാതയിൽ വരുവാനുണ്ട്. പുതിയ ആശയങ്ങൾ പറക്കുവാനുള്ളത്. ഒരു കാര്യം ചുരുക്കി പറയാം, ചിങ്ങരാശിക്കാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറയാം. മാർച്ച് മാസം പ്രത്യേകിച്ച് പറയാനുണ്ട്. മാർച്ച് പ്രത്യേകിച്ചിട്ട് നല്ല ഉചിതപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്നെല്ലാം കുറച്ചൊരു മനസമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. രോഗത്തിൽ നിന്നും മനസമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജപ്തി നടപടികളിൽ നിന്നും മോചനം നേടുവാനുണ്ട്. അതുപോലെ നിയമകാരനായിട്ടുള്ള ചൊവ്വ 11-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തിൽ ലാഭസ്ഥാനത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഭൂമി പറഞ്ഞാൽ മണ്ണ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പുരോഗമനം ഉണ്ടാവും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കോർപ്പറേറ്റായാലും ലോക്കലായാലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാവും. കേസ് വഴക്കുകളെല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചില സഹോദരങ്ങളുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതെല്ലാം കൂടിച്ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിയമസംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും, നിയമസംബന്ധമായിട്ട് പറഞ്ഞാൽ വക്കീലന്മാർ, ജഡ്ജിമാർ, പോലീസുകാർ എല്ലാം നിയമം പഠിച്ചവരാണ്. IAS തൊട്ടിട്ട് IFS വരെയും ചീഫ് മിനിസ്റ്റർ തൊട്ടിട്ട് എല്ലാവരും നിയമം പഠിച്ചവരാണ്. നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും
അവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പുരോഗമനവും ഉണ്ടാവും എന്ന് തന്നെ പറയാം. മേലധികാരികളുടെ അഷ്ടസ്ഥാനങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോപ്പതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ആയുർവേദ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, മെഡിസിൻ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. അതുപോലെ തന്നെ എഞ്ചിനീയർ സംബന്ധമായിട്ട്, അതായത് എഞ്ചിനീയർ പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറുണ്ട്, സയൻസ് കമ്പ്യൂട്ടർ സയൻസ് സംബന്ധമായിട്ടുള്ളവരുണ്ട്, സിവിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതേസമയത്ത് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള എഞ്ചിനീയർമാർക്ക് വളരെ ദോഷ സമയമാണ്. അങ്ങനെ പറയാം, ദോഷ സമയമാണ് എന്ന് പറഞ്ഞാലും ഈ മാസം അത്രയ്ക്ക് ദോഷം ചെയ്യില്ല, പക്ഷേ ഗുണം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളതുണ്ട്. സ്ത്രീകളിൽ നിന്നും വളരെ പ്രതികരമായിട്ടുള്ള ഇതുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയുണ്ടാവും. സന്താന ഭാഗ്യങ്ങളുണ്ടാവും. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരുവാനുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികൾക്കെല്ലാം വളരെ ഉത്സാഹപരമായിട്ടുള്ളൊരു മാസമായിട്ടാണ് ഈ മാസം വല്ല എക്സാമോ അല്ലെങ്കിൽ വേറെ വല്ല PSCയോ അങ്ങനെ വല്ല ടെസ്റ്റുകളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ കർമ്മസ്ഥാനത്തിനെ ബാധിക്കും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും ചാരവസ്ഥാൻ സൂര്യൻ നിൽക്കുന്ന കാര്യത്തിൽ കർമ്മപുരോഗതി ഉണ്ടാവും. വ്യാഴത്തിന് പരിഹാരം എപ്പോഴും പറഞ്ഞിരിക്കുന്ന പരിഹാരം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതിന് വ്യാഴത്തിന് എന്താ പരിഹാരം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ശനിക്ക് 7ാം ഭാവത്തെ കണ്ടൽ ശനിക്കും അതുപോലെ തന്നെ പരിഹാരം നടത്തുക എന്നുള്ള പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏകദേശം 3 മാസക്കാലം വളരെ ഗുണകരമാണ്. മാർച്ച് മാസം വളരെ ഗുണകരമാണ് എന്ന് തന്നെ പറയാം. നാശനഷ്ടങ്ങളിൽ നിന്ന് ഒഴിവായി പോകും എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വർക്കേഴ്സുകൾക്കും നാശനഷ്ടങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പ്രണയത്തിലിരിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം നേടുവാനുള്ള സാധ്യതകളുണ്ട്. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വരും. എന്നിട്ട് വാഹന സംബന്ധമായിട്ടുള്ള ഷോറൂം സംബന്ധമായിട്ടുള്ള വാഹന വിപണി നല്ല ഉയർച്ചകൾ ഉണ്ടാകും ഈ രാശിയിൽപ്പെട്ടിരിക്കുന്നവർക്ക് എന്ന് പറയുന്നത്. വളരെ ഗുണകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാം. ഭവനയോഗം തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഭവനയോഗം തീർച്ചയായിട്ടും ഉണ്ടാകും. കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉണ്ടാവും. റിയലേഴ്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ നല്ല പ്രവർത്തന പുരോഗമനങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. അത് കാരണം തന്നെ ഇവർക്ക് നല്ല ഉയർച്ചയുള്ള ഒരു സമയമായിട്ട് തന്നെ ഈ മാസം അനുകൂലകരമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. ചില എടുത്തു പറയേണ്ട കാര്യം ദൂരദേശ യാത്രകളോട് ചിലപ്പോൾ ഗുണം കിട്ടുവാനുള്ള സാധ്യതയില്ല. അത് പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ മടിക്കരുത്. അഥവാ നിങ്ങൾ ഏതെങ്കിലും ദൂരദേശ യാത്രകൾ കൊണ്ട് ബിസിനസ്സിനോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിനോ എന്തെങ്കിലും ദൂരദേശ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. കാരണം നിവൃത്തി സ്ഥാനത്തിൽ കണ്ടകശൈലിയായിട്ട് ശനി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ പുണ്യയാത്രകൾ കൊണ്ട് ഗുണഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ദൈവാനുഗ്രഹം കുറച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അത് കാരണം ഭയഭക്തിയോട് കൂടിയിട്ടും ദൈവാനുഗ്രഹത്തോടുകൂടി ഏത് ദൈവങ്ങളായാലും ദൈവങ്ങൾ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പല വിധത്തിലുണ്ട്. ഗുരുവായൂരപ്പനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അതുപോലെ മഹാവിഷ്ണുവുണ്ട്, ശിവനുണ്ട്, മഹാദേവനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ശ്രീ മുരുകനുണ്ട്, ബാലസുബ്രഹ്മണ്യനുണ്ട്, ശ്രീ എല്ലാവരും ഉണ്ട്. എന്നിരുന്നാലും അവരെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട് ഭയഭക്തിയോടുകൂടി പോവുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഉചിതപരമായിട്ട് കടന്നു പോകാൻ പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അതിനെല്ലാം മോചനം കിട്ടുന്ന ഒരു മാസമായിട്ടാണ് ഈ മാർച്ച് മാസം വരുന്നത്. അത് കാരണം ഈ മാർച്ച് മാസം ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. അതായത് ഇനി വരാൻ പോകുന്ന ഒരു 3-4 മാസത്തിൻ്റെ അപ്പുറം ഇത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ തുടങ്ങണ്ട, ഇപ്പോൾ ചിന്തിച്ച് വെക്കുക. ഈ മാസം അതിനായിട്ട് പറ്റുന്ന ബിസിനസ് വല്ലതും തുടങ്ങണമെങ്കിൽ, വിദേശത്ത് വല്ലതും പോകണമെങ്കിൽ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ തയ്യാറെടുക്കുന്നത് സൗദി അറേബ്യയാണ് ഏറ്റവും ഉചിതപരമായിട്ടുള്ള മേഖല എന്ന് തന്നെ എടുത്തു പറയാം. കാരണം സൗദി അറേബ്യയിൽ വളരെ ദ്രുതഗതിയിലുള്ള വികസനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ. ആ സൗദി അറേബ്യയിൽ ജോലി പോയി നമ്മൾ പറഞ്ഞ ശമ്പളം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്.
അതും കൺസ്ട്രക്ഷൻ വർക്കായിട്ടുള്ള ജോലികളിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിൽഡിങ്ങുകൾ പെരുകിക്കൊണ്ടിരിക്കുക, അണ്ടർഗ്രൗണ്ടിലുള്ള റോഡുകളെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഗൾഫ് കൺട്രിയിൽ പോകണമെന്ന് സൗദിയിൽ പോവുകയാണെങ്കിൽ മെച്ചപ്പെട്ടുള്ള ജോലികൾ കിട്ടും. കാനഡയിലോ ആസ്ട്രേലിയയിൽ പോകണ അതിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ സൗദി അറേബ്യയിൽ കിട്ടുന്ന പറയും. എന്നിരുന്നാലും കാനഡയോ അല്ലെങ്കിൽ ആസ്ട്രേലിയ ന്യൂസിലാൻഡിൽ പോകുന്നവർക്ക്, ആസ്ട്രേലിയ നല്ല രാജ്യങ്ങളാണല്ലോ, പോകാൻ തയ്യാറെടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചോളൂ. ഇപ്പോൾ തന്നെ പോകണം തന്നെ പറയും. ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാസങ്ങളിൽ ഉചിതപരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നില്ല, യാതൊരു സംശയം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ നക്ഷത്രവശാൽ മകനക്ഷത്രക്കാർക്ക് ഗണപതിക്ക് കർഗമാല അല്ലെങ്കിൽ നാളികേര പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം. പൂരനക്ഷത്രക്കാർക്കാണെങ്കിൽ ലളിത സഹസ്രനാമ അർച്ചന, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിക്ക് പുഷ്പാഞ്ജലി കാലത്ത്. ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ ശിവനെങ്കിൽ ധാരാവർഗമാല നക്ഷത്രവസാലുള്ള പരിഹാരമാണ്. പിന്നെ ചാരവസാലുള്ള പരിഹാരമാണെങ്കിൽ ശനിക്ക് എള്ളുതിരി, എള്ളുപായസം, പട്ട്, കറുത്ത പട്ട്, നീരാഞ്ജനം ഏത് വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ എല്ലാം നടത്താം കഴിവുള്ള പേര്. കണ്ടക വ്യാഴം 10ൽ നിൽക്കുന്ന വ്യാഴ ഭഗവാന് ഗുരുവായൂരപ്പനുസരിച്ച്, ശ്രീകൃഷ്ണനുസരിച്ച്, ശ്രീരാമനനുസരിച്ച് എല്ലാം മഹാവിഷ്ണു വിഗ്രഹം തന്നെയാണ്. ഓരോരോ അവതാരത്തിനനുസരിച്ച് മാത്രമേ ഉള്ളൂ. അവിടുത്തെ എന്താണോ പ്രധാന വഴിപാട് ആ വഴിപാട് നടത്താം. ശരിക്കും പറയുകയാണെങ്കിൽ മഞ്ഞപ്പട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ഇത്. അതുപോലെ തുളസിമാലയാണ് പ്രിയപ്പെട്ട ഇത്. പിന്നെ മഹാവിഷ്ണുവിന് ഓരോരോ കൾച്ചർ പ്രകാരം, സ്റ്റേറ്റ് പ്രകാരം ഓരോരോ നിവേദ്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാൽപ്പായസമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം. തമിഴ്നാട്ടിലാണെങ്കിൽ കേസരിയാണ്. ചില ഭാഗങ്ങളിൽ പോയപ്പോൾ ആന്ധ്രാപ്രദേശിൽ പോയവർ ലഡുവാണ്. അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാർച്ച് മാസം നിങ്ങൾക്ക് വളരെ അനുകൂലപരമായിട്ട് മനസ്സമാധാനത്തോടുകൂടി നല്ലൊരു ഉറക്കവും കൂടി തന്നെ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയാം. നമസ്കാരം.